അടുത്തായിട്ട് സീരിയൽ നമ്പർ 3-ൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എത്ര സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിനെ എക്സലിൻ്റെ ഫയലായിട്ട് നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കുക. അതിന് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്കൊരു പേര് ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന പേരാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ബുക്കായിട്ടാണ് സേവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന എക്സൽ ഫയലിലേക്ക് സേവ് ചെയ്ത്. ഇവിടെ നമുക്കിവിടെ ടൈറ്റിലിൽ കാണാൻ പറ്റും മൈക്രോസോഫ്റ്റ് എക്സൽ മാർക്ക് ലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന വർക്ക് ബുക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ വർക്ക് ബുക്കിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇതിനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും ഡു യു വാണ്ട് ടു സേവ് ചേഞ്ചസ് എന്ന് ചോദിക്കും. അതായത് നമ്മൾ ഈ വർക്ക് ബുക്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യണോ? സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എസ് എ ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യണമെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സേവ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എസ് എ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് ബുക്ക് ക്ലോസ് ആവുകയും ചെയ്യും. വീണ്ടും നമുക്ക് പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ നിന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ ന്യൂ വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് കിട്ടും. അവിടെ നിന്ന് നമ്മൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മുൻപ് സേവ് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്ന ഫയലിനെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ സേവ് ചെയ്ത ഫയൽസ് ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന വർക്ക് ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വർക്ക് ബുക്കിലേക്ക് എങ്ങനെയാണ് അഡീഷണൽ ആയിട്ട് ഒരു റോയും കോളവും ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണം